Hosanna, Hosanna, Hosanna in the highest. Hosanna, Hosanna, Hosanna in the highest. Lord, we lift up your name with a hearts full of praise. We exalted, O Lord my God, Hosanna in the highest. Glory, glory, glory to the King of Kings. Hallelujah, glory, glory, glory to the King of Kings. Lord, we lift up your name with a hearts full of praise. We exalted, O Lord my God, Hosanna in the highest. Lord, we lift up your name with a hearts full of praise. We exalted, O Lord my God, Hosanna in the highest. പ്രാർത്ഥനയ്ക്ക് നമുക്ക് തലകളെ വണക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവമായ കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ തിരുവഴുത്തുകളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സന്ദേശത്തിൽ കൂടെ, ഈ തിരുവഴുത്തുകൾ കേൾക്കുന്നതിലൂടെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടതിൻ്റെ മക്കൾക്കും അത് അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും നന്മയ്ക്കും കർത്താവെ അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും അങ്ങേ അനുഗമിക്കുവാനും ഇടയാകുന്നതിന് മുഖാന്തരമാകത്തക്കവണ്ണം ദൈവമേ, അവിടുന്ന് പ്രിയപ്പെട്ടവരോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന തിരുവഴുത്തിലെ സത്യങ്ങളെ ഇപ്പോൾ എളിവനായ എന്നെക്കൊണ്ട് സംസാരിപ്പാൻ വേണ്ടി ഞാൻ അങ്ങയുടെ ഏറ്റവും വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ എന്നെ നയിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന് എഴുതപ്പെട്ട പരിശുദ്ധ വചനം പരിശുദ്ധാത്മാവിൽ പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവെ ഇപ്പോൾ എന്നെ ശക്തീകരിക്കുമാറാകണമേ, ഉപയോഗിക്കുമാറാകണമേ, ബലപ്പെടുത്തുമാറാകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്നീ ദിവസം ഹോസന്ന ഞായറാഴ്ചത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഹോസന്ന എന്നുള്ള ആ ഒരു സംഭവത്തെ സംബന്ധിച്ചും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് അതിനായിട്ട് വ്യത്യസ്ത വേദഭാഗങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, സങ്കീർത്തനം 24, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 19 വരെയും, അതോടൊപ്പം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 40 വരെയുള്ള വാക്യങ്ങളും ഇവിടെ നമുക്ക് ശ്രദ്ധിപ്പാൻ കഴിയും. അതിലെ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 29-ാം വാക്യം, ഈ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 29 മുതൽ ചില വാക്യങ്ങൾ. യേശു ഒലിവുമലയരികെ ബേത്ഫാഗയ്ക്കും ബഥാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. അതിനെ അഴിക്കുന്നത് എന്താ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവൻ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന്
കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിമേൽ ഇട്ടു. യേശുവിനെ കയറ്റി അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിൽ അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടം എല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവുമെന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വേദഭാഗം തീർച്ചയായിട്ടും നമ്മളിൽ പലർക്കും സുപരിചിതമായൊരു വേദഭാഗമാണ്. എല്ലാ വർഷവും എല്ലാ സഭകളും തന്നെ ഈ ഹോസന്ന ഞായറാഴ്ചയെ ആദരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കർത്താവായ യേശുക്രിസ്തു കഴുതക്കുട്ടിയുടെ മേൽ ഒരു രാജാവായിട്ട് തന്നെ എഴുന്നള്ളിയ ആ മഹത്വകരമായ ചരിത്ര സംഭവമാണ്. അതിനെ ഓർക്കുന്നതും ആദരിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാണ്, സംശയമില്ല. ഹോസന്ന എന്ന പദം തന്നെ വന്നിരിക്കുന്നത് ഹോഷ് ആന എന്നുള്ള 2 എബ്രായ പദത്തിൽ നിന്നുമാണ്. ഇപ്പോൾ രക്ഷിച്ചാലും അഥവാ ഇപ്പോൾ ഞങ്ങൾ രക്ഷിക്കണമേ എന്ന പദവും അല്ലെങ്കിൽ എന്ന അർത്ഥമാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഈ അർത്ഥവും നമുക്ക് സുപരിചിതമാണ്. ഈ വേദഭാഗം വായിച്ചപ്പോൾ അത് കുറെ കൂടെ വ്യക്തമായിട്ടുണ്ടാകും. എന്നാൽ ഈ ജൈത്രയാത്രയിൽ കർത്താവായ യേശുക്രിസ്തു 2 ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനെ അഴിക്കുന്ന എന്താണെന്ന് അവർ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതിന് ഉത്തരമായിട്ട്, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഉടയവൻ അതിനെ വിട്ടുതരും എന്നുള്ള കാര്യവും പറഞ്ഞു. ഇതേ സംഭവം ഇതേപോലെ തന്നെ അവിടെ സംഭവിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിനുശേഷം അതിന് മുകളിൽ വസ്ത്രമൊക്കെയും വിരിച്ചു. യേശുക്രിസ്തു കയറിയിരുന്ന് യാത്ര ചെയ്യുന്നൊരു ഭാഗമാണ്. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പറ്റം ആളുകൾ കർത്താവായ യേശുക്രിസ്തു ചെയ്ത വീര്യപ്രവൃത്തികളെല്ലാം ഓർത്ത് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു, മഹത്വപ്പെടുത്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ വേദഭാഗം പഠിക്കുമ്പോൾ ആരാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. നമുക്കറിയാം യേശുക്രിസ്തുവാണെന്ന്. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ അത്രയും കൊണ്ട് അവിടെ നിർത്തുന്ന ഒരു രീതി വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 24-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർത്തിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്, ഇതിന് വെറുതെക്കാരനല്ല ഈ യാത്ര ചെയ്യുന്നത്, മഹത്വത്തിൻ്റെ രാജാവാണ്, സമാധാനത്തിൻ്റെ രാജാവാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. സമാധാനത്തിൻ്റെ രാജാവായ, മഹത്വത്തിൻ്റെ രാജാവായ കർത്താവായ യേശുക്രിസ്തു സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ തന്നെ ഒരു രാജാവായി എഴുന്നള്ളുന്ന ഒരു ടൈമാണ്
അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-3 കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ കഴുതയെ സംബന്ധിച്ച് നമ്മൾ വേദപുസ്തകം, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം 11-ാം അധ്യായവും സംഖ്യാപുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ഈ കഴുതയെ സംബന്ധിച്ച് അശുദ്ധ മൃഗങ്ങളിലൊന്നാണ്, അൺക്ലീൻ ആനിമൽസിൽ പെടുന്ന ഒന്നാണ് കഴുത. പക്ഷെ ഇവിടെ വലിയ അർത്ഥമാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു അതിനെ ഒരല്പം ഒന്ന് ഭംഗി വരുത്തി തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത എന്നൊരു പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ആരും ഒരിക്കലും കയറിയിട്ടില്ലെങ്കിലും കയറിയാലും പഴയ നിയമത്തിൻ്റെ രീതി അനുസരിച്ച്, അതിൻ്റെ നിയമം അനുസരിച്ച് അശുദ്ധ മൃഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ കഴുതക്കുട്ടി അല്ലെങ്കിൽ കഴുത. എന്നാൽ വിശുദ്ധരിൽ വിശുദ്ധനായ, രാജാക്കന്മാരിൽ രാജാവായ, അല്ലെ രാജാക്കന്മാരുടെ രാജാവായ, മഹത്വത്തിൻ്റെ രാജാവായ, സർവഭൂമിക്കും മഹാരാജാവായ കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ ഈ അശുദ്ധ മൃഗമെന്ന് പറയപ്പെടുന്ന ഈ കഴുതക്കുട്ടിയിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരിക്കുമ്പോൾ തന്നെ അത് ശുദ്ധിയായി തീരുകയാണ്. ദൈവം അതിനെ വേർതിരിക്കുകയാണ്. ദൈവം വേർതിരിച്ചതിനെ പിന്നെ നമുക്ക് അശുദ്ധമായി ചിന്തിക്കേണ്ട കാര്യം ഇല്ല. ആ സംഖ്യാപുസ്തകം പഠിക്കുമ്പോഴും ഈ ലേവ്യ പുസ്തകം 11-ാം അധ്യായവും 10-ാം അധ്യായമൊക്കെ പഠിക്കുകയും ചെയ്യുമ്പോൾ, 9-ാം അധ്യായമൊക്കെ പഠിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അശുദ്ധ മൃഗങ്ങളും അശുദ്ധമായ നമുക്ക് ഭക്ഷിക്കുവാൻ കഴിയുന്നവ ഇല്ലാത്തവയൊക്കെ വേർതിരിച്ച് പറയുന്നുണ്ടെങ്കിലും, പത്രോസിന് ഒരിക്കൽ തുപ്പട്ടി സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്തപ്പോൾ അതിനകത്ത് കണ്ട സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിനകത്ത് ഇഴജാതികളുണ്ട്, എല്ലാ തരത്തിലുള്ള പക്ഷികളും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ യഹൂദനായ പത്രോസ് പറയുന്നുണ്ട്, ഞാനിങ്ങനെ അശുദ്ധമായതൊന്നും ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ ഭക്ഷിച്ചിട്ടില്ല, അത് അശുദ്ധമാണെന്നൊക്കെ പറയുമ്പോൾ, ദൈവം വിശുദ്ധീകരിക്കുന്നതിനെ ഞാൻ വിശുദ്ധീകരിക്കുന്നതിനെ നീ അശുദ്ധം പറയാൻ നീ ആര് എന്നുള്ള ചോദ്യമാണ് അവിടെ ഉണ്ടാകുന്നത്. ദൈവം വിശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വിശുദ്ധമാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതിനകത്ത് വലിയ അർത്ഥം തരികയാണ്. അശുദ്ധനെന്ന് മുദ്ര കുത്തിയ ചിലരൊക്കെ ഒരുപക്ഷെങ്കിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുവെങ്കിൽ, മോശക്കാരനെന്നോ മദ്യപാനിയെന്നോ പുകവലിക്കാരനെന്നോ അല്ലെങ്കിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത വ്യത്യസ്ത ദോഷ സ്വഭാവങ്ങൾക്ക് ഉടമയെന്നോ ആ പേരുകളൊന്നും ഞാൻ പറഞ്ഞിവിടെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തു തന്നെ പേരുകളാകട്ടെ, അങ്ങനെയുള്ള പേരുകളൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപക്ഷെങ്കിൽ കൊള്ളരാത്ത ഒരു പട്ടികയിൽ, ഒരു മാർജിനൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിൽ ഡൗൺ ട്രോഡൻ പീപ്പിൾ എന്നുള്ള രീതിയിൽ ചവിട്ടിമെത്തിക്കപ്പെട്ടവരുടെ ആ കൂട്ടത്തിലായിരിക്കാം. അപ്പോൾ അപ്രകാരം അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ ഗണത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നെ ശ്രവിക്കുന്നതെങ്കിലും, ഇനി അല്ലാത്ത വിധത്തിലാണെങ്കിലും വിശുദ്ധനെന്ന് പറയുവാൻ തക്കവണ്ണം യോഗ്യത ഇല്ല എന്ന് നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും, ഈ മഹത്വത്തിൻ്റെ രാജാവായ, സമാധാനത്തിൻ്റെ പ്രഭുവും രാജാവുമായ, സർവഭൂമിക്കും മഹാരാജാവായ, സകല ദേവന്മാർക്കും മീതെ മഹാരാജാവായ ഈ കർത്താവിനെ സഞ്ചരിപ്പാൻ വേണ്ടിയിട്ട്, ഈ കർത്താവിന് നമ്മളിൽ കൂടെ നടക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമ്പോൾ, അവന് വസിക്കുവാനും ജീവിക്കുവാനും വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുമ്പോൾ, കർത്താവെ നീ എൻ്റെ കൂടെ വരണമേ എന്ന് സത്യസന്ധമായി അവനെ ഒന്ന് ക്ഷണിക്കുമ്പോൾ, അവനോടൊത്ത് സഞ്ചരിക്കുമ്പോൾ നീയും അല്ലെങ്കിൽ നാമും വിശുദ്ധരായിത്തീരും, വിശുദ്ധമതികളായിത്തീരും. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അതിനല്പം പോലും സംശയിക്കേണ്ടതില്ല. പക്ഷേങ്കിൽ സഞ്ചരിപ്പാൻ, കർത്താവ് യേശുവിനെ നമ്മുടെ കൂടെ സഞ്ചരിപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്ക ശുശ്രൂഷ നമ്മൾ തന്നെ ചെയ്യണം. അവൻ വിശുദ്ധനാണ്. നാം ഏത് പട്ടികയിൽ നിൽക്കുന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ.
പക്ഷേങ്കിൽ അവൻ എപ്പോഴും നമ്മെ അങ്ങനെ ആക്കി തീർക്കുവാൻ നമ്മളോട് സഞ്ചരിപ്പാൻ. എന്തിനാ പറയുന്നത്? അൺക്ലീൻ എന്ന് പറയത്തക്കവണ്ണം, അശുദ്ധ മൃഗം, അൺക്ലീൻ ആനിമൽ എന്ന് പറയത്തക്കവണ്ണം ഉള്ള ഈ ആനിമലിൽ അല്ലെങ്കിൽ ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ഇരുന്ന് യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെട്ട കർത്താവ്, അതിനെ ഒന്ന് ശുദ്ധമാക്കുവാൻ ആഗ്രഹിച്ച കർത്താവ്, കെട്ടപ്പെട്ട് കിടക്കുന്ന, കെട്ടിയിരിക്കുന്ന, എങ്ങോട്ടും പോകാൻ കഴിയാത്ത കെട്ടിയിട്ടിരിക്കുന്നതായ ആ ഒരു കഴുതക്കുട്ടിയെ അവിടെ നിന്ന് അഴിച്ചെടുക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ അതിന് പല അർത്ഥങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ കഴിയും. പല അർത്ഥങ്ങൾ എന്താണ്? ഒരുപക്ഷെങ്കിൽ മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ അങ്ങനെ ചില പേരുകൾ കൊണ്ട്, നമ്മുടെയൊക്കെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ടോ അങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ കഴിയുമ്പോഴും അവരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ്. എത്ര നല്ലവനാണ്! നമ്മളിങ്ങനെ പാടാറുണ്ട്, എത്ര നല്ലവൻ യേശു നായകൻ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പാടാറുണ്ട്. അവൻ നായകൻ തന്നെയാണ്. അപ്പം അങ്ങനെയെങ്കിലും അത് ആഗ്രഹിക്കുന്ന കർത്താവ്, അത് ഈ പ്രത്യേക ഈ സാഹചര്യത്തിൽ പെസഹ പെരുന്നാളിൻ്റെ ഒരു സമയമൊക്കെ ആകുമ്പോൾ യെരുശലേമിൽ വാസ്തവത്തിൽ കണക്ക് പറയുന്നത് 2 ലക്ഷം ആളുകളെങ്കിലും വന്നുകൂടുമെന്നാണ്. ആ പെസഹ പെരുന്നാൾ വരും എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹോസന്നായുടെ ഈ പ്രത്യേക സാഹചര്യത്തിലും നമുക്ക് അപ്രകാരം തന്നെ കാണുവാൻ കഴിയും. അപ്പോൾ അവിടെ കർത്താവ് യേശുക്രിസ്തു ഈ കഴുതക്കുട്ടിയെ ഉപയോഗിക്കുന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി നിന്ന് സഞ്ചരിക്കുന്നു. വഴിയരിക അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിയരികിലെല്ലാം വസ്ത്രങ്ങൾ വിരിച്ചിടുന്നു. ആ ചില്ലിക്കൊമ്പുകൾ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിയിടുന്നു, പൂക്കൾ വാരി വിതറുന്നു. ഇങ്ങനെ വ്യത്യസ്തമായൊരു സംഭവം നമുക്കവിടെ ദർശിപ്പാൻ കഴിയും. എത്ര മനോഹരമായ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് കണ്ടുകൊണ്ടിരുന്നതായ കുറച്ച് പരീശന്മാർ, ഈ പരീശന്മാരായിട്ടുള്ള ആളുകൾ പറയുകയാണ്, ഗുരു അവരോട് മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു. കർത്താവിന് കൊടുത്ത മറുപടി വേറൊന്നുമല്ല. കൊടുത്തിരിക്കുന്ന മറുപടി നമ്മളെ ഏറ്റവും ചിന്തിപ്പിക്കുന്നതാണ്. അതിനവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതാണ് മറുപടി. അല്ലെങ്കിൽ ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക അന്തരീക്ഷം മൊത്തം സൈലൻ്റായി തീരും എന്നാണ് പരീശന്മാരോ അവരോട് ബന്ധപ്പെട്ട ആളുകൾ ചിന്തിച്ചതെങ്കിൽ തെറ്റി. അവർക്കത് തെറ്റി. അവർ മിണ്ടാതിരിക്കുകയാണെങ്കിൽ കല്ലുകൾ ആർത്ത് വിളിക്കും. അവിടെയും വലിയ അർത്ഥമാണ്. കല്ലുകളുടെ, നമുക്കറിയാം കല്ലുകൾക്ക് ജീവനില്ല. പക്ഷേയെങ്കിൽ കല്ലുകൾക്ക് ജീവൻ ഉണ്ടാകും. കർത്താവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ കല്ലുകൾക്ക് ജീവനുണ്ടാകും. കല്ലുകൾക്കും ശ്രവണശേഷി ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ കടലിൻ്റെ ഭയങ്കരമായ ഇരമ്പൽ, അതുപോലെ തന്നെ ആ പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോടൊത്ത് ഇങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ശിഷ്യന്മാർ പേടിച്ചരണ്ട്, കർത്താവ് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുമ്പോൾ കർത്താവ് യേശുക്രിസ്തു കാറ്റിനോടും കടലിനോടും ശാന്തമാകുവാൻ പറഞ്ഞപ്പോൾ കടലിനും കാറ്റിനുമൊക്കെ ചെവിയുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ വളർത്തുന്നതായി അനുസരിക്കുന്ന പോലെ ഏറ്റവും അതിനേക്കാൾ നല്ല രീതിയിൽ അനുസരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഒരു പക്ഷേയെങ്കിൽ അവർ മിണ്ടാതിരിപ്പാൻ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കല്ലുകൾ ആർത്ത് വിളിക്കും. അപ്പോൾ ഒരുപക്ഷെങ്കിൽ കല്ല് പോലുള്ള മനസ്സുമായി ജീവിക്കുന്നവരോ ഹൃദയമായി ജീവിക്കുന്നവരോ കല്ലിൻ്റെ അവസ്ഥയിൽ തന്നെ മുമ്പോട്ട് പോകുന്നവരോ അവരൊക്കെ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ള ആളുകൾ ദൈവത്തെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുന്നത് മറ്റുള്ള ആളുകളുടെ കാഴ്ചയ്ക്ക് വേണ്ടി അവരുടെ മുമ്പിൽ നല്ലവരാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ ചെയ്യുന്നവർ അവരും ഉണ്ടാവിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന ആളുകൾ ആർത്ത് വിളിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നൊരു ഗണം അവിടെ ഉണ്ടാകും, രൂപപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് നിശ്ചയമായിട്ടും അങ്ങനെയും അവിടെയും നല്ല മറുപടി കൊടുത്ത് കർത്താവ് ഒരു നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വീണ്ടും വന്നു ചേരുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മുമ്പ് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ചില മെസ്സേജുകളൊക്കെ ടച്ച് ചെയ്ത് പോയിട്ടുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, ഇവിടെ ഈ കഴുതയ്ക്ക് ലഭിച്ച സ്വീകരണം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ. കഴുതയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സ്വീകരണം ലഭിച്ചു? കാരണം നടന്നു പോയത് ഇത്രയും മനോഹരമായ വസ്ത്രത്തിന് മുകളിൽ ചവിട്ടിപ്പോയത്, പൂക്കളുടെ മുകളിൽ, അതുപോലെ തന്നെ വൃക്ഷക്കൊമ്പുകൾ നിരത്തിയിട്ടിരിക്കുന്ന മുകളിൽ കൂടെ എല്ലാം ചവിട്ടി നടന്നു പോയതും ഏറ്റവും കൂടുതൽ ആസ്വദിച്ചതും ഒരുപക്ഷെങ്കിൽ ഈ കഴുതക്കുട്ടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് ആ കഴുതക്കുട്ടിക്കും ആ മാന്യത ലഭിച്ചത്? മറ്റൊന്നുമല്ല കാരണം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ രാജാതിരാജാവായ സമാധാന പ്രഭുവായ മഹത്വത്തിൻ്റെ രാജാവായ കർത്താവായ യേശു ക്രിസ്തു ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഈ കഴുതക്കുട്ടിക്ക് ആ വലിയ മാന്യത ലഭിച്ചത്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരു കഥാകൃത്ത് തൻ്റെ ഭാവനയിൽ ഇതിനോട് ചേർന്നൊരു കഥ തയ്യാറാക്കിയിരിക്കുന്ന ഇപ്രകാരമാണ്. പിറ്റേ ഞായറാഴ്ചയും ഇതേ രീതിയിൽ തന്നെ ഈ കഴുത തനിക്ക് നല്ല സ്വീകരണം ലഭിക്കുമെന്ന് വിചാരിച്ച് അതേ സ്ഥലത്തേക്ക് യാത്ര ചെയ്തു എന്നും, യാത്ര ചെയ്ത് അവിടെ ചെന്ന സന്ദർഭത്തിൽ കുറേയധികം കുസൃതിക്കുട്ടന്മാർ അവരുടെ കയ്യിൽ കല്ലും അതുപോലെ തന്നെ കമ്പിൻ്റെ കഴകളും അതെല്ലാം ഉപയോഗിച്ച് ഇതിനെ എറിഞ്ഞോടിക്കുന്നൊരനുഭവം. എറിഞ്ഞു എന്ന് മാത്രമല്ല, അതിൽ വളരെ ഷാർപ്പൻ്റായിട്ടുള്ള മൂർച്ചയുള്ളൊരു കമ്പ്, അവരെറിഞ്ഞു വിട്ടതായ കമ്പ് തൻ്റെ മുതുകിൽ പതിക്കുകയും അതും അതിൽ തൻ്റെ ഈ മുതുകിൽ വെച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ വേദന കൊണ്ട് പുളഞ്ഞ് താൻ എവിടെ നിന്ന് പുറപ്പെട്ടുവോ അതേ കൂട്ടിലേക്ക്, അതേ ഗണത്തിന് അല്ലെങ്കിൽ കഴുതയുള്ള ഗണത്തിലേക്ക് ചെന്ന് ചേർന്നപ്പോൾ ചിത്രകാരൻ്റെ ഭാവനയാണെങ്കിൽ പോലും അവിടെ പറയുന്നത് നിനക്കെന്ത് സംഭവിച്ചെന്ന്. എനിക്കറിയില്ല, ഞാൻ ഇന്ന് അതേ സ്ഥലത്തേക്ക് ഇന്ന് യാത്ര ചെന്നപ്പോൾ എനിക്ക് ലഭിച്ച സ്വീകരണം ഇതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഇതിൻ്റെ കൂട്ടുകാരായിട്ടുള്ള കഴുതകൾ പറയുന്നത് മറ്റൊരു സവിശേഷത. കഥാകൃത്തിൻ്റെ ഭാവന വരുന്നതാണെങ്കിലും നിനക്കന്ന് സ്വീകരണം ലഭിക്കാനുള്ള കാരണം നീ ചിന്തിച്ചില്ല. ഏറ്റവും ശ്രേഷ്ഠനായൊരു മനുഷ്യൻ, ഒരു വ്യക്തി നിന്റെ പുറത്ത് കയറിയിരുന്ന് യാത്ര ചെയ്തതിനാൽ മാത്രമാണ് നിനക്കാലും ആ വലിയ സ്വീകരണം ലഭിച്ചത്. എന്നിട്ട് താഴെ ഒരു കുറിപ്പടി കഥാകൃത്ത് എഴുതുകയാണ്, വിത്ത് ജീസസ് യു ആർ ഹീറോ, വിത്തൗട്ട് ജീസസ് യു ആർ സീറോ. വട്ടപ്പൂച്ച. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെയുള്ള നിന്റെ മുമ്പോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അത് ഒരു നായകനായിട്ട് തന്നെ നീ മുമ്പോട്ട് പോകും, നീ ഹീറോയായിരിക്കും. പക്ഷെ ക്രിസ്തു ഇല്ലെങ്കിൽ, ക്രിസ്തുവിനെ കൂടാതെയുള്ള നിന്റെ മുമ്പോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അത് വെറും സീറോ മാത്രമാണ്. അതിനപ്പുറത്തും ഇപ്പുറത്തും വേറെ ഒരു സംഖ്യകളില്ലാന്ന് വിചാരിക്കുക, വെറും 0 മാത്രം. എത്ര സത്യമാണല്ലേ? നാമും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു വരുന്നതായ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ സത്യത്തിൽ കർത്താവായ യേശുക്രിസ്തു നിമിത്തമല്ലേ നാം ഈ നന്മ അനുഭവിക്കുന്നത്? ദൈവം മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്, കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ലേ നമുക്കത് ലഭിച്ചിട്ടുള്ളത്. കർത്താവിനെ നമ്മൾ വേണ്ട പോലെ ആരാധിച്ചുകൊണ്ടല്ലേ നമുക്കത് ലഭിച്ചത്. കർത്താവിലേക്ക് സമ്പൂർണ്ണമായും തിരിച്ചു വന്നുകൊണ്ടല്ലേ അങ്ങനെ ലഭിച്ചത്. കർത്താവായ യേശുക്രിസ്തുവായിട്ടുള്ള തൻ്റെ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ അനുഗ്രഹം ലഭിച്ചത്. ശുശ്രൂഷ ചെയ്യുന്നതായി നമ്മളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്.
നാം ഇന്ന് ഏതെങ്കിലും ഒരു തലങ്ങളിൽ നാം ഉന്നതമായ അല്ലെങ്കിൽ ഉയർച്ച ഉള്ള ഒരനുഭവത്തിൽ മുമ്പോട്ട് പോകുന്നു എന്ന് തോന്നുമെങ്കിൽ അതിൻ്റെ പിറകിൽ നിശ്ചയമായിട്ടും സത്യമായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ നാം വഹിച്ചുകൊണ്ടുള്ള യാത്രയായതുകൊണ്ട് തന്നെയാണ് ഈ നന്മ അനുഭവിക്കാൻ സാധ്യമായി തീർന്നിരിക്കുന്നത്. ദൈവം നമ്മെ അതിനായി ശക്തീകരിക്കട്ടെ. നാം വീണ്ടും തിരുവെഴുത്തുകളെ നോക്കുമ്പോൾ 2-3 കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്നു. യെരുശലേം ദേവാലയത്തിനുള്ളിൽ ചെന്ന ശേഷം നമുക്കറിയാം അതിനെ ശുദ്ധീകരിക്കാനുള്ള ക്രമീകരണം ചെയ്യുകയാണ്. കാരണം അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ കണ്ടതായ സവിശേഷത ഒരു ചന്തസ്ഥലം പോലെ ആടുമാടുകളെ വിൽക്കുന്നവർ, പൊന്മാണിഭക്കാരുടെ ഒരു സംഘങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ വിധത്തിൽ ഒരു പക്ഷേങ്കിൽ ഒരു വാണിജ്യ സ്ഥലമാണോ എന്ന് സംശയം തോന്നത്തക്കവണ്ണമായിരുന്നു ദൈവാലയത്തിൻ്റെ അകം. കർത്താവായ യേശു ക്രിസ്തുവിന് ഹൃദയവേദന തോന്നിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു അല്ലെ തീർത്തിരിക്കുന്നു എന്നുള്ളൊരു സങ്കടകരമായ ഒരു കാര്യമാണ് അല്പം ദേഷ്യത്തോടെ പറയുന്നത്. അപ്പോൾ എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നത് ഒരു സത്യമാണ്. അത് യഥാർത്ഥത്തിൽ നാം ഈ ഒരു വർഷവും ഈ ഹോസന്ന ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ജൈത്രയാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയം അത് പ്രാർത്ഥനാലയം തന്നെയാണ് എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് ഹിതകരമായതിനെ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മാത്രമുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ ആലയം. അത് പ്രാർത്ഥനാലയം തന്നെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ആയിരിക്കും ദൈവാലയങ്ങളിൽ യഥാർത്ഥത്തിൽ മറ്റുള്ള വിശ്വാസികളുടെ മുമ്പിൽ അതൊരു പ്രാർത്ഥനാലയമാണ്, പ്രാർത്ഥിക്കുവാനും ആരാധിപ്പാനും തന്നെയുള്ള ദൈവാലയം തന്നെയാണ് എല്ലാ കാലത്തുമെന്ന് മറ്റുള്ളൊരു സാക്ഷിക്കത്തക്കവണ്ണം ഒരു സാക്ഷ്യമുള്ള ഒരു മന്ദിരമായിട്ട് ആലയത്തെ മറ്റുള്ളവർക്ക് വീക്ഷിപ്പാൻ കഴിയുന്ന വിധത്തിലാണോ നമ്മുടെ ദൈവാലയങ്ങൾ നിലകൊള്ളുന്നതെന്ന് ചിന്തിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഏതെല്ലാം വിധത്തിലുള്ള ഒരുപക്ഷെങ്കിൽ കർത്താവിന് പോലും ദൈവാലയത്തിൽ പ്രവേശിപ്പാൻ കഴിയാത്ത വിധത്തിലുള്ള ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ നേരിടുന്നതായ ധാരാളം സഭകളുണ്ട്, ധാരാളം ദൈവാലയങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അപ്പോൾ കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, ഇതെൻ്റെ ആലയമാണെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ അത് പ്രാർത്ഥനാലയം തന്നെയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല. 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് വന്നിരിക്കുന്നതായ ലേഖനഭാഗം അതാണ്. 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? പറഞ്ഞിരിക്കുകയാണ്, ഡു യു നോട്ട് നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെൽസ് ഇൻ യു. കൃത്യമായി പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. 2ാമത്തെ ഒരു ഭാഗമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് വസിക്കാനുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ദൈവാലയം അത് നിർമ്മിക്കുന്ന നമ്മളാണെങ്കിൽ ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. നീ ദൈവത്തിൻ്റെ മന്ദിരമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരമാണ്. അതാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരമാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതൊരു ചോദ്യമാണ്. പിന്നെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിനെ ഞാൻ നശിപ്പിക്കുമെന്ന് പോലും കർത്താവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവെഴുത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
ദൈവത്തിൻ്റെ മന്ദിരം, നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതാണ് പറഞ്ഞത്, പ്രാർത്ഥനയുടെ ശബ്ദം, ആരാധനയുടെ ശബ്ദം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നൊരു ശബ്ദം, അതാണ് ഇതിന് പുറപ്പെടേണ്ടത്. അങ്ങനെ ആയി തീരത്തക്കവണ്ണം തീർച്ചയായിട്ടും ഇവിടെ കർത്താവ് ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വെളിപ്പാട് ദിവസം 3:20 ദൈവം നമ്മളിൽ വസിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മളോട് താമസിക്കുവാൻ വേണ്ടിയിട്ട്, സഞ്ചരിപ്പാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ പറയുന്നത്, ഞാൻ വാതിൽക്കന്ന് മുട്ടുന്നുവെന്നും ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവനോട് ഭക്ഷണം കഴിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബിഹോൾഡ് ഐ സ്റ്റാൻഡ് അറ്റ് ദ ഡോർ ആൻഡ് നോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിഹോൾഡ് എന്ന പദം മുമ്പ് ഞാൻ മെസ്സേജ് സൂചിപ്പിച്ച് വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നൊരു പദമാണ് ബിഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രദ്ധിച്ചാലും, ഞാൻ ഈ പറയുന്ന കാര്യം കുറേ കൂടി ഒന്ന് ശ്രദ്ധിച്ചാലും, എന്നിട്ട് പറയുന്നത്, കർത്താവ് പറയുന്നത്, ഞാൻ നിൻ്റെ വാതിൽക്കന്ന് മുട്ടുകയാണ്. ഐ സ്റ്റാൻഡ് അറ്റ് ദ ഡോർ ആൻഡ് നോക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ വാതിൽക്കന്ന് മുട്ടുന്നു. എന്തിനു വേണ്ടിയിട്ട് മുട്ടുന്നു? നമുക്കറിയാം, നമ്മളൊരു വീടിൻ്റെ വാതിൽ പോയി നോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മുട്ടുന്നതിൻ്റെ കാരണം അതിൽ തുറക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല പിന്നെ അവിടെ പോയി മുട്ടേണ്ട കാര്യമില്ല. പുറത്ത് നിൽക്കുന്ന ആൾക്ക് നിശ്ചയമായിട്ടും എങ്ങനെയെങ്കിലും അകത്ത് നിൽക്കുന്ന ആളെ ഒന്ന് കാണണമെന്നും ഒന്ന് കണ്ട് സംസാരിക്കണമെന്നും ഒന്ന് തുറന്നിരുന്ന മേൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ ആൾ പോയി മുട്ടുന്നത്, വാതിലിന് മുമ്പിൽ പോയി മുട്ടുന്നത്. കർത്താവായ യേശു അത് തന്നെയാണ്. നമ്മളുടെ ഹൃദയമാകുന്ന വാതിലിൽ, ജീവിതമാകുന്ന വാതിൽ ഒന്ന് തുറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ എത്രയോ നാളുകൾ നമ്മുടെ ഉള്ളിലൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഉള്ളിലൊന്ന് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്, നമ്മോട് കൂടി ഒന്ന് സഞ്ചരിപ്പാൻ വേണ്ടിയിട്ട്, നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയിട്ട് എത്രയോ നാളുകൾ, അല്ലേ? എത്ര നാളുകൾ ഇങ്ങനെ നമ്മുടെ ആയുസ്സിനെ, നമ്മുടെ വയസ്സിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര വർഷം നമ്മൾ പള്ളിയിൽ പോയി ഇപ്രകാരമുള്ള മെസ്സേജ് കേട്ടിട്ടുണ്ടാകും, ഹോസന്ന ആദരിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. കുരുത്തോല ഏന്തി ഏതെല്ലാം വിധത്തിൽ ഇങ്ങനെ ഹോസന്ന കർത്താവിനാമത്തിൽ വരുന്നവന് വാഴ്ത്തപ്പെട്ടവനെന്നും അങ്ങനെ ഹോസന്നയെ സംബന്ധിച്ചുള്ള പാട്ടുകളും ഒക്കെ പാടി എത്രയോ കാലങ്ങളായി. പക്ഷേ എങ്കിൽ ഇവിടെ ചോദിക്കുന്നത്, നാം നമ്മുടെ ഹൃദയത്തെ, ജീവിതത്തെ സമ്പൂർണ്ണമായും അവന് ജീവിക്കുവാൻ, വസിക്കുവാൻ ഒന്ന് തുറന്നു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? കർത്താവ് രണ്ടാമത് ചോദിക്കുന്നത്, ഇഫ് എനി വൺ ഹിയേഴ്സ് മൈ വോയിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ഓപ്പൺസ് എ ഡോർ. ആരെങ്കിലും എന്നൊരു പദപ്രയോഗം തന്നിട്ടുണ്ട്. ആരെങ്കിലും എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ അർത്ഥവുമുണ്ട്. അതിനകത്ത് ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ല. നല്ലവനെന്നോ നല്ലവനല്ലാത്തവനെന്നോ വ്യത്യാസമൊന്നുമില്ല. നീതിമാനെന്നോ നീതികെട്ടവനെന്നോ വ്യത്യാസമില്ല. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ല. ദരിദ്രനെന്നോ ധനവാനെന്നോ വ്യത്യാസമില്ല. ആരെങ്കിലും, അത് ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും വാതിൽ തുറക്കണം, ശബ്ദം കേൾക്കണം. ശബ്ദം കേൾക്കുകയും ശബ്ദം കേൾക്കുന്നതിനനുസരിച്ച് വാതിൽ തുറക്കുകയും ചെയ്യണം. നമ്മൾ നോക്കുക, നമ്മുടെ ഹൃദയവാതിന് മുമ്പ് ഒന്ന് മുട്ടി വിളിക്കുന്ന ആളെന്ന് പറയുന്നത്, അത് നമുക്കറിയാവുന്ന, നമ്മൾ കേട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ, ചില VIP അല്ലെങ്കിൽ VVIP അങ്ങനെ ഒരാളാണെന്ന് വരികിൽ നമ്മളെ എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും തുറക്കുന്നല്ലേ. ഇവിടെ കർത്താവ് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ആ വാതിലും തുറന്ന ശേഷം ചിരിക്കുന്ന ആ സന്തോഷത്തിൻ്റെ, ആ ചിരിക്കുന്ന മനസ്സുമായിട്ട്, ആ ചിരിയുടെ, ആ സന്തോഷത്തിൻ്റെ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രത്തോളം സന്തോഷമായിരിക്കും. അപ്പോൾ ആ തുറക്കുന്ന അവസ്ഥ ഏതാണ്? അവരെ സ്വീകരിക്കുന്ന അവസ്ഥ ഏതാണ്? അതിന് ആഗ്രഹിച്ചിരിക്കുന്ന കർത്താവ്. അങ്ങനെ ചെയ്താൽ അവിടെ പറയുന്നത്, I will come into him and eat with him and fellowship with him and dinner with him. ഇങ്ങനെ ഈ ഒരു കാര്യമാണ് അവിടെ കർത്താവ് പറയുന്നത്. കർത്താവ് ചോദിക്കുന്നു, അങ്ങനെ നിനക്ക് തുറക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും
ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അത് വളരെ വാസ്തവമായൊരു കാര്യമാണ്. ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അവിടെ അപ്പോൾ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മന്ദിരമാകും നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിപ്പാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ അവിടെ നടക്കും. കർത്താവാണ് ശുദ്ധീകരിക്കുന്നത്. നമ്മെ ശുദ്ധീകരിക്കുന്നതിനെ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം അതിനുശേഷം സംഭവിക്കുന്നതൊക്കെ നമുക്കറിയാം. കാരണം ആ ദൈവാലയത്തിനുള്ളിൽ അതിനെ ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയ കാണുവാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ദൈവാലയത്തിൽ അങ്ങനെ ശുദ്ധീകരിക്കുന്ന, കാരണം വാണിഭശാല ആക്കരുതെന്ന് പോലും പറഞ്ഞു. അങ്ങനെ ശുദ്ധീകരിക്കുവാൻ കടന്നു വന്നായ കർത്താവിനെ തിരസ്കരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു. സഭയിൽ വരുന്നതായ, ആരാധനയ്ക്ക് വരുന്ന, ദൈവാലയത്തിൽ വരുന്ന, ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് വരുന്ന, പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിക്കുന്ന വ്യക്തികളെയൊക്കെ അവരെയൊക്കെ ഒന്ന് ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ, അവരും ഒരു നല്ല വിശുദ്ധീകരണത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമം നടത്തുമ്പോൾ, അവർക്കും ദൈവികമായ സമാധാനം, സന്തോഷം അനുഭവിക്കണം എന്നുള്ള വിധത്തിൽ അവർക്ക് വചനം പങ്കുവയ്ക്കുമ്പോൾ, അവർക്കും ഉയർച്ചയുണ്ട്, അവരെ ഉയർത്തുവാനുള്ള ശ്രമം നടത്തുമ്പോൾ, അവർക്കൊരു നല്ല ഭാവിയുണ്ട് എന്ന് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി അവരെ നല്ല അനുഭവത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, സകല മനുഷ്യർ മാനസാന്തരപ്പെടണം എന്നുള്ള കാര്യം അവരെ ശക്തിയോടെ അല്ലെങ്കിൽ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ പഠിപ്പിക്കുന്ന ശുശ്രൂഷന്മാരെയും വെറുപ്പോടെ കാണുന്ന, ഇഷ്ടമില്ലാതെ കാണുന്ന, ശത്രുതാ മനോഭാവത്തോടെ കാണുന്ന, ഇതൊന്നും ഇവിടെ അതൊന്നും ഈ പള്ളിയിൽ വേണ്ട, അതൊന്നും ഈ സ്ഥലത്ത് വേണ്ട എന്ന് ആക്രോശിക്കുന്ന ഒരുപറ്റം ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ദൈവാലയത്തിനുള്ളിൽ പ്രവേശിച്ച യേശുവിനോട് ഇഷ്ടമില്ലാത്ത ആളുകൾ അതിനകത്ത് ധാരാളം ആളുകളുണ്ടായിരുന്നു. സത്യത്തിൽ അങ്ങനെ ഇഷ്ടമില്ലായ്മ കാണിക്കേണ്ട കാര്യം അവിടെ ഇല്ല. കാരണം എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥനാലയമാണ് എൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളൊരിക്കലും അതിനെ കള്ളന്മാരെ ഗുഹയാക്കി തീർക്കരുത് എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അതിനകത്ത് വാസ്തവത്തിൽ നീതിയെ ഇഷ്ടപ്പെടുന്നവർക്കോ അനീതിയോട് എതിർക്കുന്നവർക്കോ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞവർക്കോ അതെ നീതിയും ന്യായവും തിരിച്ചറിഞ്ഞവർക്കോ എതിർക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. കർത്താവ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അതിൽ അങ്ങനെ പ്രവേശിച്ചതിനെ ശുദ്ധീകരിപ്പാൻ ശ്രമം നടത്തിയത്. നിശ്ചയമായിട്ടും ഈ നാളുകളിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചേൽപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കാൻ നമുക്ക് വീണ്ടും തലകളെ വണക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവമായ കർത്താവേ, അവിടുത്തെ വചനം ശ്രദ്ധിച്ച കേട്ട നിൻ്റെ മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, അവിടുന്ന് രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, നിത്യ ദൈവമാണ്, സമാധാന പ്രഭുവാണ്, മഹത്വത്തിൻ്റെ രാജാവാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവെ സന്തോഷത്തോടെ അങ്ങേ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുവാനും, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരമാണ് ഞാനെന്നും ദൈവത്തിൻ്റെ ആത്മാവിൽ വസിക്കുന്നുവെന്നും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഓരോ വ്യക്തികളെ നീ അനുഗ്രഹിക്കണമാണ്. കർത്താവെ, നിൻ്റെ മക്കളുടെ മനസ്സിൽ ഏതെങ്കിലും സങ്കടകരമായ അവസ്ഥയുണ്ടെങ്കിൽ അതിന് വലിയൊരു മോചനം നൽകുന്ന നിനക്ക് കഴിയുമല്ലോ. ഇത്രയും നാളുകൾ ഞാൻ ഒരുപക്ഷെങ്കിൽ ആയിട്ടും എനിക്ക് ഇത്രയും പ്രായമായിട്ട് ഇത്രയും വർഷം ഞാൻ ഹോസന്ന ഞായറാഴ്ച പള്ളിയിൽ പോയിട്ടുണ്ട്, വചനം കേട്ടിട്ടുണ്ട്. ഇത്രയെല്ലാം ആണെങ്കിലും കർത്താവെ, വെളിപ്പാട് പുസ്തകം 3:20 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ നിനക്ക് വേണ്ടി ഹൃദയത്തെ തുറന്നു തരുവാൻ കഴിഞ്ഞില്ലല്ലോ കർത്താവെ. അതിനാൽ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള മനോഭാവത്തിൽ നിൻ്റെ മക്കൾ ക്ഷമയോദിച്ചുകൊണ്ട് അങ്ങേ സ്വീകരിപ്പാനും
ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്ന് യാത്ര ചെയ്തപ്പോഴാണല്ലോ കഴുതക്കുട്ടി ഒരു ഹീറോയായി തീർന്നത്. മറ്റൊന്നുമല്ല, അങ്ങ് കൂടെ ഉണ്ടായിരുന്നതിനാൽ മാത്രമാണ് സംഭവിച്ചത്. അതിനാൽ കർത്താവേ, ഇനിയുള്ള നിൻ്റെ മക്കളുടെ ജീവിതയാത്രകളിൽ ദൈവമേ, കർത്താവായ യേശുവേ, രാജാതി രാജാവേ, അങ്ങയും കൂടെ കൊണ്ടു നടക്കുവാൻ തക്കവണ്ണം, അങ്ങയെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് സഞ്ചരിപ്പാൻ തക്കവണ്ണം, ഒരു ഹീറോ ആയി തന്നെ മുൻപോട്ട് പോകാൻ തക്കവണ്ണം നിൻ്റെ മക്കൾക്കിടയാക്കി തീർക്കുമാറാകണമേ. കർത്താവ് നിൻ്റെ മക്കളെ കടാക്ഷിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. കൃപയുണ്ടാകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നാം എല്ലാവരുടെയും കൂടെയും എന്ന് വരുന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹോശാന, ഹോശാന, ഹോശാന ഇൻ ദ